ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്, നമുക്കറിയാം നമുക്കിന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ആ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്നും ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, വേൾഡ് എൻവയോൺമെൻറ്റ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നടത്താനും അതുപോലെ പ്ലാന്റേഷൻ ഡ്രൈവുകൾ സംഘടിപ്പിക്കാനും ഒക്കെ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് അതിൻ്റെ ഓർഡർ എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ ആ ഓർഡറിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസ് നടത്തണം. മനസ്സിലായി? ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷൻ ഡ്രൈവ്, പോഷൻ വാടിക, ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൽ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് നടത്തുക. പിന്നെ പ്രതിജ്ഞ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തുക. ഇതൊക്കെ അംഗനവാടികളിൽ നിന്ന് നിങ്ങൾ നടത്തേണ്ട കാര്യങ്ങളാണ്. ഇത് നടത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ആ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഓണായി വരും. ഓക്കെ, അത് ഓണായി വന്നതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കാം. അംഗനവാടി ലെവലിലുള്ള മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം. മനസ്സിലായി? അംഗനവാടി തലത്തിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് അടിക്കാം. നിങ്ങൾ അടിച്ചു കൊടുക്കണം. എക്സാമ്പിളാണ് കാണിച്ചത് കേട്ടോ. പിന്നെ നിങ്ങളുടെ പഞ്ചായത്ത് സെക്ടറിൻ്റെ പേര്, സ്റ്റേറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങളവിടെ കേരള അടിച്ചു കൊടുക്കുക. ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണോ ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ടീച്ചേഴ്സിന് അറിയാമല്ലോ, നിങ്ങളുടെ ഏതാണോ പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സെക്ടറിൻ്റെ പേര്, ഇപ്പോൾ നിങ്ങൾ ഏത് പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ അംഗനവാടിയുടെ സെൻട്രൽ കോഡ്. അപ്പോൾ അംഗനവാടി സെൻട്രൽ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു 3259 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കോഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 325940900101. ഇത് നിങ്ങളുടെ കോഡ് ഏതാണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾക്കൊരു 11 ഡിജിറ്റ് നമ്പർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അംഗനവാടി ലെവലിൽ. മനസ്സിലായില്ലേ? 3259 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 11 ഡിജിറ്റ് കോഡ്. ആ ഡിജിറ്റ് കോഡ് നിങ്ങളുടെ ഏതാണോ കോഡ് അംഗനവാടിയിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് അറ്റ് അംഗനവാടി സെൻറ്റർ. കണ്ട, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് എന്തൊക്കെയാണ്, മേക്കിംഗ് ഓഫ് സീഡ് ബോൾസ്, വിത്ത് വിതരണം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സീഡ് ബോൾസ് ഇത് നമ്മുടെ അടുത്ത് വിതരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണം. പിന്നെ കോമ്പോസ്റ്റ് മേക്കിംഗ് ഫ്രം ലെഫ്റ്റ് ഓവർ സ്ക്രാപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, അതായത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും വേസ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവർത്തനം. പിന്നെ പ്ലാന്റേഷൻ ഡ്രൈവ് ഇൻ പോഷൻ വാടിക, പ്ലാന്റേഷൻ ഡ്രൈവുകൾ നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ടിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ടിക്ക് കൊടുക്കുക. കണ്ട, അപ്പോൾ ടിക്ക് മാർക്ക് അവിടെ വന്നു. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവയർനെസ് സെഷൻ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ അംഗനവാടിയിൽ കുട്ടികളുടെ അമ്മമാരും ഒക്കെ വരാം, അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾ വരാം. മനസ്സിലായ? ഒരു സെഷൻ വയ്ക്കുമ്പോൾ അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തോ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ജലസ്രോതസ് സംരക്ഷണത്തെക്കുറിച്ച്, വാട്ടർ കൺസർവേഷനെ കുറിച്ച് ക്ലാസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നടത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ യെസ് കൊടുക്കണം. നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെൻഷൻ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഇപ്പം നമ്മൾ എത്ര പേരുണ്ടാവും, അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 10 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 10 പേരുണ്ടായിരുന്നു കൊടുക്കുക. മനസ്സിലായ? ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ നോക്കിയാൽ, ഡിഡ് യു ഡു ആക്ടിവിറ്റി വിത്ത് പീപ്പിൾ ടു ഡു പ്ലഡ്ജ്, അതായത് എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യുക, നമ്മുടെ ഈ ഭൂപ്രകൃതിയെ സേവ് ചെയ്യാനുള്ള പ്ലഡ്ജ് നടത്തിയെന്ന്. നമുക്കൊരു പ്ലഡ്ജ് നടത്താനായിട്ട് ആ ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡറിനകത്ത് എന്താണ് പ്ലഡ്ജ് എന്നും കൊടുത്തിട്ടുണ്ട്. ആ പ്ലഡ്ജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആ പ്ലഡ്ജ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കിയാൽ നിങ്ങൾ കണ്ട, പ്രതിജ്ഞ, ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനും മരുഭൂവൽക്കരണം തടയുന്നതിനും വരൾച്ചയെ ചെറുക്കുന്നതിനും അതുവഴി ഭൂമി വിഭവ സമൃദ്ധമായ ഇടമായി മാറ്റി പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിനും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് നിങ്ങളെ അംഗനവാടിയിൽ നടത്തേണ്ട, എല്ലാവരും കൂടി നിർത്തിയിട്ട് നടത്തേണ്ട ഒരു പ്രതിജ്ഞയാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്ത് കാണിക്കുക, അപ്പോൾ നമ്മളിത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക. നമ്മളെന്തായാലും പ്രതിജ്ഞ നടത്തല്ലോ. അതിന് ശേഷം പ്ലീസ് മെൻഷൻ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. പ്ലഡ്ജിനകത്ത് നമുക്കൊരു 15 പേരുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 15 കാണിച്ചു. കണ്ട, ഈ ഒരു പ്രോസസ്സ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ കണ്ട,
വയലറ്റ് കളറിൽ കണ്ട സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഫോം ഫില്ലിങ് കംപ്ലീറ്റ് ആയി. ഇത് എല്ലാവരും ഇതുപോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.